ഉത്തരാഖണ്ഡിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ വരെ പിഴയും ചുമത്തും. മതപരിവർത്തനം നടത്താൻ വിദേശ ഫണ്ട് ലഭിക്കുന്നവർക്കും ശിക്ഷ ലഭിക്കും. നിർബന്ധിത മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമെന്നും ബില്ലിൽ വ്യവസ്ഥ. മതപരിവർത്തനം നടത്തുന്നവർക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ബി ബാലഗോപാൽ വിശദവിവരങ്ങളുമായി ചേരുന്നു. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ ഒരു ബില്ലാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ഇതനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം തടയുന്ന ലക്ഷ്യമാണ് മുന്നിൽ കാണുന്നത് എന്ന് കൃത്യമായി മനസ്സിലാവുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ നേരത്തെയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. എന്താണ് വിശദ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? മോത്തി, ഉത്തരാഖണ്ഡിലെ പുഷ്കർ സിംഗ് മന്ത്രിസഭ പാസാക്കിയ ഈ മതപരിവർത്തനം അംഗീകാരം നൽകിയിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനുള്ള ബില്ലിലാണ് ഈ കർശനമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 19-ന് സംസ്ഥാന നിയമസഭയുടെ സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ബില്ല് പ്രകാരം നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വരെയും അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെയും പിഴയുമാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം ജാമ്യമില്ലാ കുറ്റമാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതായത് വാറണ്ട് ഇല്ലാതെ തന്നെ ഈ കേസിൽ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസിനുണ്ടാകുന്നതായിരിക്കും. ജാമ്യം നൽകുന്നത് സംബന്ധിച്ച് കർശനമായ വ്യവസ്ഥകളാണ് വച്ചിരിക്കുന്നത്. അതായത് ഈ നിരപരാധിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രമായിരിക്കണം ജാമ്യം നൽകേണ്ടതെന്നാണ് ഈ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കില്ല എന്ന ഉറപ്പ് ഈ അന്വേഷണ കോടതിക്ക് ഉണ്ടാകണം. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ ജാമ്യം അനുവദിക്കാവൂ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനമായി ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പണം, പാരിതോഷികം, വിവാഹ വാഗ്ദാനം, സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയവയൊക്കെ നൽകിക്കൊണ്ട് നടത്തുന്ന മതപരിവർത്തനത്തെ നിർബന്ധിത മതപരിവർത്തനമായി കണക്കാക്കാൻ വേണ്ടി കഴിയുമെന്നാണ് ഈ ബില്ലിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ബില്ലിൽ ഈ പറഞ്ഞിരിക്കുന്ന കനത്ത ശിക്ഷാ വ്യവസ്ഥകൾ ഇവയാണ്. അതായത് ജീവപര്യന്തം തടവ് ശിക്ഷയും 10 ലക്ഷം രൂപ വരെയും നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നവർക്ക് ലഭിക്കാം. മതപരിവർത്തനം ലക്ഷ്യമിട്ട് വിവാഹം കഴിക്കുന്നവർക്ക് 20 വർഷം വരെ കഠിന തടവ് വ്യവസ്ഥ ചെയ്യുന്ന ഈ വ്യവസ്ഥയും ഈ ബില്ലിൽ ഉണ്ട്. ഈ നിർബന്ധിത മതം മാറ്റം നടത്തുന്നതിന് വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവർക്കും അങ്ങനെ വിദേശ ഫണ്ട് ലഭിക്കുന്നവർക്കും ശിക്ഷ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ലഭിക്കുന്ന ഈ സംഭാവനകളും അല്ലെങ്കിൽ പണവും ആസ്തിയും മറ്റും കണ്ടുകെട്ടുവാൻ ജില്ലാ മജിസ്ട്രേറ്റർമാർക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയും ഈ ബില്ലിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബില്ല് ഉടൻ തന്നെ പാസ്സാക്കുവാനാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 19-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കുന്നതായിരിക്കും. തുടർന്ന് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന നിർബന്ധിത മാത്രമാണ് ഈ ബില്ല് നിയമമാകാൻ ബാക്കിയുള്ളത്. ബില്ല് പാസ്സാകുന്നതോടെ കർശന നിയമങ്ങളാണ് ഇക്കാര്യത്തിൽ വരുന്നത്.